കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ബാങ്കിൽ CPMന് ഒരു രഹസ്യ അക്കൗണ്ടുമില്ല. നോട്ടീസ് ലഭിച്ചാൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും CPMന് ഒന്നും മറച്ചുവെക്കാനില്ലെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനോജ്, വിശദാംശങ്ങൾ. ഈ ബുധനാഴ്ച ഇഡിക്ക് മുന്നിൽ ഹാജരാവാൻ വേണ്ടി MM വർഗീസിന് നോട്ടീസ് നൽകിയതായാണ് വിവരം. എന്നാൽ ഇതുവരെയും ED നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നാണ് MM വർഗീസിന്റെ പ്രതികരണം. ഈ നോട്ടീസ് കയ്യിൽ ലഭിച്ചാൽ പാർട്ടിയുമായി ആലോചിച്ചായിരിക്കും തീരുമാനമെടുക്കുക. നാളെ ഈ നോമിനേഷൻ നൽകുന്ന ദിവസമായതുകൊണ്ട് തന്നെ അസൗകര്യമുണ്ട് എന്നുള്ള കാര്യമാണ് MM വർഗീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്കില്ല എന്നും CPMനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വെക്കേണ്ടതില്ല എന്നുമാണ് MM വർഗീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ EDയുടെ അന്വേഷണത്തിന് സഹകരിക്കാതിരിക്കേണ്ട കാര്യമല്ല എന്നും അതുപോലെ ഈ എല്ലാ രേഖകളും EDക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നുമാണ് MM വർഗീസ് പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അക്കൗണ്ടുകളും ഈ കരുവന്നൂരും തമ്മിൽ എന്താണ്, അതായത് CPMന്റെ പാർട്ടി അക്കൗണ്ടുകളും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി എന്താണ് ബന്ധമെന്ന് അറിയില്ല എന്നുള്ള രീതിയിലായിരുന്നു MM വർഗീസിന്റെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് അതായത് കരുവന്നൂർ ബാങ്കിൽ ഏകദേശം 150 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നുവന്ന ഈ EDയുടെ അന്വേഷണത്തിൽ CPMന് ഈ ബാങ്കിൽ 5 അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ED കണ്ടെത്തിയിരുന്നു. പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ, ഭൂമി വാങ്ങാൻ ഉൾപ്പെടെ ഈ ഫണ്ട് സമാഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകളൊക്കെ ഉപയോഗിച്ചു വന്നിരുന്നത്. ഈ കേരള സഹകരണ സംഘ നിയമവും അതുപോലെ തന്നെ ബാങ്കിന്റെ വിലയും പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളൊക്കെ തുറന്നിരിക്കുന്നത്. ഈ തൃശ്ശൂരിൽ CPMന് ഏകദേശം 17 ഏരിയ കമ്മിറ്റികളുടെ പേരിൽ 25 അക്കൗണ്ടുകൾ വിവിധ ബാങ്കുകളിലും ഈ സഹകരണ സംഘങ്ങളിലുമായി ഉണ്ട്. ഇവിടെയൊക്കെ വിശദാംശങ്ങൾ CPM നിയമപരമായി അതൊന്നും സമർപ്പിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിനും ഈ സംഭാവന സ്വീകരിക്കുന്നതിനും ഒക്കെ ഈ ചട്ടങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗരേഖയും ഒക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ലംഘിച്ചു എന്നാണ് EDയുടെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള MM വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയാണ് MM വർഗീസിന്റെ പ്രതികരണം. ഇതോടൊപ്പം തന്നെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ വലിയ തരത്തിൽ ഈ പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. CPMന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് ഈ തട്ടിപ്പിന് മുഖ്യധാരയിൽ വരുന്നത്. അവരൊക്കെ തന്നെ കുരുക്കിലാകും എന്ന് തന്നെയാണ് ഒരു വിലയിരുത്തൽ. എന്തായാലും MM വർഗീസിനെ ED ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് നൽകിയെങ്കിലും ആ നോട്ടീസ് കിട്ടിയില്ല എന്നും അതുപോലെ തന്നെ അസൗകര്യം കൂടെ അറിയിച്ചിരിക്കുകയാണ്. ശരി മനോജ്.